13 സംവത്സരങ്ങൾക്ക് ശേഷം പഴയങ്ങാടി അതിയിടം മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രം പെരുങ്കളിയാട്ടത്തിനൊരുങ്ങി. ഇതിന്റെ ഭാഗമായുള്ള നിലംപണി അടിയന്തരം നടന്നു. നിരവധി ഭക്തജനങ്ങളാണ് ചടങ്ങിൽ പങ്കെടുത്തത്. 13 സംവത്സരങ്ങൾക്ക് ശേഷമാണ് പഴയങ്ങാടി അതിയിടം മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രത്തിൽ പെരുങ്കളിയാട്ടം നടക്കുന്നത്. 2026 ജനുവരി 30 മുതൽ ഫെബ്രുവരി 2 വരെയാണ് പെരുങ്കളിയാട്ടം. ഇതിന് മുന്നോടിയായി നിലംപണി അടിയന്തരം ചടങ്ങ് നടന്നു. ക്ഷേത്രത്തിന്റെ കന്നിമൂലയിലെ കൈലാസക്കല്ലിന് സമീപത്ത് പ്രത്യേകം ശുദ്ധി വരുത്തിയ സ്ഥലത്ത് മഞ്ഞൾ കുറിയിട്ട് കിളച്ച് നിലം തല്ലി ഉറപ്പിച്ച് ചാണകമെഴുകിയാണ് ചടങ്ങ് നടത്തിയത്. മേൽക്കോയ്മമാരും ആചാര്യസ്ഥാനികരും കാരണവന്മാരും ഭക്തജനങ്ങളും ഉൾപ്പെടെ നിരവധി പേർ ചടങ്ങിൽ പങ്കെടുത്തു. നമ്മുടെ കളിയാട്ടം ഏൽപ്പിക്കൽ എന്ന പ്രധാന ചടങ്ങിന് ശേഷം നടക്കുന്ന ഇന്നത്തെ നിലംപണി അടിയന്തരം സവിശേഷാൽ പ്രധാനപ്പെട്ട തമ്പുരാട്ടിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതും തമ്പുരാട്ടിയുടെ ഏറ്റവും പ്രിയപ്പെട്ടതുമായൊരു ചടങ്ങാണ് നിലംപണി അടിയന്തരം. കളിയാട്ടഭൂമി വൃത്തിയാക്കുകയും കളിയാട്ടഭൂമിയിൽ ആവശ്യമായ എല്ലാ പ്രവൃത്തികളും ചെയ്തു വരേണ്ടതും ഇന്നു മുതലാണ്. പക്ഷേ അതിനുവേണ്ടി കാത്തിരുന്നില്ല. ഞങ്ങൾ നേരത്തെ തന്നെ കുറേ പ്രവൃത്തികളൊക്കെ ചെയ്തിരുന്നു. മുച്ചിലോട് സങ്കേതങ്ങളിൽ വേണ്ടുന്ന പ്രവൃത്തി ഇന്നു മുതൽ ആരംഭിക്കുകയാണ്. ആദ്യത്തെ ചടങ്ങ് കളിയാട്ടം ഏൽപ്പിക്കൽ ചടങ്ങ് നടത്തി കഴിഞ്ഞു. രണ്ടാമത്തെ നിലംപണി, അതൊരു വലിയ ചടങ്ങല്ല. ഇവിടെ സാധാരണ ചെയ്യുന്ന മാതിരി ചെറിയൊരു ചടങ്ങിൽ തന്നെ ഒതുക്കി. ഇനിയുള്ളത് വരച്ചുവെക്കൽ ചടങ്ങാണ്. വരച്ചുവെക്കൽ ചടങ്ങ് അത് ജനുവരി 21 നടക്കും. ഇതാണ് ചടങ്ങുകളുടെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ. അത് കഴിഞ്ഞാൽ നമ്മൾ പെരുങ്കളിയാട്ടത്തിലേക്ക് പോകും. പെരുങ്കളിയാട്ടത്തിന്റെ ഭാഗമായുള്ള അന്നദാനത്തിന് വേണ്ടിയുള്ള വട്ടയടുപ്പുകളുടെയും നാലില പന്തലിന്റെയും നിർമ്മാണം ആരംഭിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി.